വഴികളിലെ അനസ്യൂതമായൊരു ഊർജ്ജധാര. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് സാറിൻ്റെ സ്വപ്നമായിരുന്നു മിത്രാനികേതൻ എന്നുള്ളത്? ചെറുപ്പത്തിൽ ഇവിടുന്ന് വിട്ടുപോകുമ്പോഴും ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മടങ്ങി വന്നത്. അതിൽ എത്രത്തോളം അമ്മയ്ക്ക് സാറിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ. കൂടെ നിൽക്കാന്ന് വെച്ചാൽ മിക്കവാറും വലിയെണ്ണം ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സ്വപ്നമെന്ന് പറഞ്ഞു, കാര്യങ്ങൾ പറയും. അത് യഥാർത്ഥത്തിൽ കുറെ കഴിയുമ്പോൾ അത് സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വലിയെണ്ണം പറയുന്ന കാര്യത്തിനൊന്നും ഞങ്ങൾ എതിര് പറയില്ല. വിശ്വനാഥൻ സാറിന്റെ കാലത്തിന് ശേഷം ഇനി മിത്രാനികേതന്റെ ഭാവി എന്താണെന്ന് അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മിത്രനികേതൻ വളരെ നല്ല രീതിയിൽ വളർന്ന് മുമ്പോട്ട് പോവുക മാത്രമല്ല, മിത്രനികേതനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റു പല സംഘടനകൾ, സഹോദര സംഘടനകളാവാം, ഇതിൽ നിന്നും തന്നെ വളർന്നു വരുന്നതാകാം, അതിങ്ങനെ അവിടെ ആയിട്ടുണ്ടാവണം. ഒരു മിത്രനികേതൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത്. പക്ഷെ ഇത്രയും വർഷം, ഈ 58 വർഷമല്ലേ ഇവിടെ ഈ നെടുംതൂണായിട്ട് പിടിച്ചു നിന്നത് വിശ്വനാഥൻ സാറ് തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ ഇനിയൊരു 50 വർഷവും കൂടെ പിടിച്ചു നിൽക്കാൻ അത്രയും കരുത്തുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്, ഇനിയും ഉണ്ടാവും. എനിക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഗാന്ധി, ടാഗോർ, ബോസ്, ഇങ്ങനെ പല പ്രശസ്തരുടെയും ഭാവിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ തലമുറക്കാരും തന്നെ നമ്മൾ അറിയപ്പെടുന്നവരായ ആരും കണ്ടിട്ടില്ല. അവരുടെ ഗാന്ധിയിസമോ ഇപ്പോ ഒന്നും ശാന്തിനികേതൻ തന്നെ നമുക്കറിയാം. അതിന്റെ തലമുറക്കാരും പ്രശസ്തരായി വന്നിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങേക്ക് അത് എന്താണ് പ്രശസ്തരുടെ കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കാതെ പോകുന്നത്? അത് കാരണം അവരെല്ലാം ഒരുതരം ടവറിംഗ് പേഴ്സണാലിറ്റീസ്. അവരുടെ ആ പേഴ്സണാലിറ്റി ഇവിടെ അതിന്റെ ശക്തി ആയിരിക്കണം അതിന് കാരണം. ആൽമരത്തിന് കീഴിൽ പുല്ലിന് വളരാനാവില്ല, മറ്റൊരു ആൽമരത്തിനും വളരാനാവില്ല. പക്ഷെ വളരുന്നുവെങ്കിൽ അത് മറ്റൊരിടത്താവും, മറ്റേതെങ്കിലും തുറയിൽ അത് വലിയൊരു വ്യക്തിത്വമാകും. പക്ഷെ പൂർവികന്റെ അതേ കളരിയിൽ ഇളമുറക്കാർ കളിയച്ഛനാവുക സംഗീതത്തിലാണ് പതിവ്. സക്കീർ ഹുസൈനും മഹാരാജപുരം സന്താനവും ഒടുവിൽ നോറ ജോൺസും അനുഷ്ക ശങ്കറും വരെ അത് തെളിയിച്ചു. ഒരു സമൂഹത്തിനെ മുഴുവൻ സ്വന്തം സ്വാധീനത്തിലാക്കിയ വലിയ മനുഷ്യരുടെ കാര്യത്തിൽ അത് കണ്ടിട്ടില്ല. വിശ്വനാഥന്റെ കുടുംബത്തിന് അത് കഴിയുമോ എന്നതാണ് ഇനിയത്തെ വെല്ലുവിളി. ഞാൻ ഈ ലീഡർഷിപ്പിനെ കാണുന്നത് ഫസ്റ്റ് എമംഗ് ദി ഈക്വൽസ്, ആ ഒരു കോൺസെപ്റ്റില്ല. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ എല്ലാവർക്കും നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതിന് ഉള്ള അവസരം നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പുതുതായിട്ട് വരുന്ന ആളുകളായാലും അവർക്കും വളർന്ന് മുമ്പോട്ട് വരാനുള്ള അവസരം, ഇതിനെ വളർത്തിയെടുക്കാനുള്ള അവസരം, ഇത് രണ്ടും വേണം. അവരും വളരണം, അവര് പ്രവർത്തിക്കുന്ന സംഘടനയും വളരണം. എത്രത്തോളം എൻ്റെ ആരോഗ്യം അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് എനിക്കറിഞ്ഞുള്ളൂ. എങ്കിലും തുടങ്ങി വയ്ക്കും. അത് മുമ്പോട്ട് പോകുന്നതിന് നമ്മുടെ ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോൾ തന്നെ എൻ്റെ ഈ മൂത്ത മരുമകനെന്ന് ഞാൻ സാധാരണ പറയാറില്ല. എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ഒരു വ്യക്തിയാണ് എല്ലാ നിലയിലും. അക്കാഡമിക്കലായിട്ടായിരുന്നാലും മറ്റു വിധത്തിലായിരുന്നാലും കഴിവുണ്ട്. അദ്ദേഹം ഇപ്പോൾ പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൽ അങ്ങൊരു പിൻഗാമിയെ കാണുന്നുണ്ട്. ഏറ്റവും സ്വച്ഛമായ ഒരു തണൽ, ഒരു നമുക്ക് ആശ്രയം എപ്പോഴും ഒരു തണൽ എവിടെയാണ് ലഭിച്ചിട്ടുള്ളത്? തണലാണ് ഇതായിരിക്കുന്നത്. ഇത് ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്ക് കൂടും, പക്ഷെ സ്വന്തമായി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂട്ടിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ വഴക്കേയില്ല. സ്ഥാപനത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതൊക്കെ സമന്വയിച്ച് മുമ്പോട്ട് പോകും. ഫിൽ ഈച്ച് അതേഴ്സ് കപ്പ് ബട്ട് ഡ്രിങ്ക് നോട്ട് ഫ്രം വൺ കപ്പ്. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ജിബ്രാന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണിവ. പരസ്പരം നിങ്ങൾ പാനപാത്രം നിറച്ചു നൽകുക, പക്ഷെ ഒന്നിൽ നിന്നും കുടിക്കാതിരിക്കുക. പിന്നെയും പറഞ്ഞു പ്രവാചകൻ, ഹൃദയങ്ങൾ നൽകുക, വിചാരങ്ങൾ കൊടുക്കായികയെന്ന്. വീടെന്നാൽ നിങ്ങളുടെ വലിയ ശരീരമാണെന്ന്, ഇന്നിന്റെ ഓർമ്മയാണ് ഇന്നലെയെന്ന്, ഇന്നിന്റെ സ്വപ്നമാണ് നാളെയെന്ന്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പോലെ മിത്രാനികേതൻ തുടർന്നുകൊണ്ടേയിരിക്കും. ആ തുടർന്നു പോകലിനും തഴച്ചിലിനും ഒരു നിമിത്തമാണ് വ്യക്തിയും സൗഹൃദവും കുടുംബ ബന്ധങ്ങളുമെല്ലാം. ഞങ്ങളൊരു കുടുംബം ഇവിടെ പൂർണ്ണമാകുന്നു.
ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഞങ്ങൾ ഒരു കുടുംബം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് കൊട്ടിയം, ചിറയൻകീഴ്, ചേർത്തല. ന്യൂ രാജസ്ഥാൻ മാർബിൾസിനോടൊപ്പം Step into a natural world. മിൽമ. അതെ, കേരളം കണികണ്ടുണരുന്ന നന്മ. Arabian Jewelers